ഭാവിയിലെ ഇന്ധനമെന്നാണ് ദ്രവീകൃത പ്രകൃതിവാതകം അഥവാ LNG അറിയപ്പെടുന്നത്. ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പെട്രോൾ, ഡീസൽ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് LNG പ്രോത്സാഹിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി. പെട്രോൾ പമ്പുകൾക്ക് സമാനമായ രീതിയിൽ LNG വിതരണ സ്റ്റേഷനുകൾ ആരംഭിക്കാനാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. LNG ഉപയോഗിക്കുന്നതോടെ മലിനീകരണം കുറയ്ക്കാനും കൂടുതൽ ശുദ്ധമായ അന്തരീക്ഷം ഉറപ്പാക്കാനും സാധിക്കും. LNGക്ക് ഉയർന്ന സാന്ദ്രതയുള്ളതിനാൽ കൂടുതൽ ഇന്ധനക്ഷമതയും നേടാം. ഒരു പ്രാവശ്യം നിറച്ചാൽ 700 കിലോമീറ്റർ വരെ ഓടാൻ സാധിക്കും. LNGയിൽ ഓടുന്ന വാഹനങ്ങൾക്ക് ശബ്ദമലിനീകരണത്തിന്റെ തോതായ നോയ്സ് വൈബ്രേഷൻ ഹാർഷ്നെസ് കുറവുമായിരിക്കും. ഡീസലിനെ അപേക്ഷിച്ച് കുറഞ്ഞ വിലയിൽ LNG അധികമായി ലഭ്യമായി തുടങ്ങുന്നതോടെ ചെലവ് കുറയ്ക്കാനും ക്ഷമത വർദ്ധിപ്പിക്കാനും സാധിക്കും. 100% അത് ഗുണകരം തന്നെയായിരിക്കും. പൊല്യൂഷൻ്റെ കാര്യത്തിലും പ്രൈസ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കുറയും. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റാണ് നമുക്ക് കൺസ്യൂമർ സ്റ്റേറ്റിന് ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നമായിട്ടിരിക്കുന്നത്. അത് 30 to 40% കുറയാന്ന് പറഞ്ഞാൽ തന്നെ തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക്കായിട്ട് കൺസ്യൂമർ പ്രൈസ് കുറയണം എന്നുള്ളതാണ്. ഉയർന്ന സാന്ദ്രതയും ദ്രവരൂപത്തിലുള്ളതുമായതിനാൽ ഡീസൽ എന്നതുപോലെ ചെറിയ വലിപ്പത്തിലുള്ള സിലിണ്ടറുകളിൽ നിറയ്ക്കാനും സാധിക്കും. ബഡ്ജറ്റ് പറഞ്ഞ മാതിരി ലോങ് ടൈം വിഷനോട് കൂടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നു, ഗവൺമെൻറ് ചെയ്യുന്നു എന്ന തെളിവാണ് ഇപ്പോൾ LNG അപ്രൂവ് ചെയ്തത്. ആസ് എ ഫ്യൂവൽ ഫോർ ഒഫീഷ്യലായിട്ട് അപ്രൂവ് ചെയ്തത്. അത് തന്നെ വലിയൊരു കാര്യമാണ്. കൂടുതൽ ശുദ്ധമായ ഇന്ധനമാണ് LNG എന്നതിനാൽ ഹരിതഗൃഹവാതകങ്ങൾ പുറത്തുവിടുന്നത് 30% കുറവാണ്. വായുവിനേക്കാൾ ഭാരം കുറവായതിനാൽ കുറഞ്ഞ മർദ്ദത്തിലാണ് LNG പ്രവർത്തിക്കുന്നത്. വേഗത്തിൽ വായുരൂപത്തിലാകുകയും ചെയ്യും. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിലും താപനിലയിലും അതിവേഗത്തിൽ ബാഷ്പീകരിക്കുന്നതിനാൽ കൂടുതൽ സുരക്ഷിതവുമാണ്. LNG ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ ഇപ്പോൾ തന്നെ വിപണിയിലെത്തി തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ കൊച്ചിയിലെ LNG ടെർമിനലിൽ നിന്നും ദക്ഷിണേന്ത്യയിലെമ്പാടും LNG വിതരണം ചെയ്യാനുള്ള പദ്ധതി പുരോഗമിക്കുകയുമാണ്. അഭിലാഷ് ഗോപിനാഥൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.